കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്നാണ് പണ്ടത്തേക്ക് പറച്ചില്. ഇപ്പൊ ഇല്ലത്തേക്ക് ഓടി അങ്ങ് പോവുക അവര് ചെയ്യുന്നത്. മേലെ ഈ ഏരിയയിലോട്ട് വരില്ല. എന്റെ കയ്യിൽ എന്തിനായിരിക്കും ഈ മുല്ലപ്പൂ പിടിച്ചേക്കുന്നതായിരിക്കും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത്. ശാരീരിക നിൽക്കുക ബോധം കേട്ട് എപ്പോഴാണ് വീഴുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന്റെ മുമ്പിലാണ്. എന്റെ കയ്യിൽ എന്തിനായിരിക്കും ഈ മുല്ലപ്പൂ പിടിച്ചേക്കുന്നതായിരിക്കും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത്. ഈ മുല്ലപ്പൂ അല്ലെങ്കിൽ അത്യാവശ്യം ഏതെങ്കിലും മണമുള്ള സാധനങ്ങളൊന്നും കൈ പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അമ്മാതിരി സ്മെല്ല് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ KSRTC ബസ്സിന്റെ തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു ഹൗസ് ബോട്ടിംഗ് സെക്ഷനിലാണ്. അപ്പം നമുക്കറിയാം ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നേരത്തെ തന്നെ ഇതുവഴി പാസ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് കാണിക്കേണ്ട ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു പാരിസ്ഥിതിക വിഷയം തന്നെയാണ്. കാരണം ഇത് കണ്ടോ, നിറയെ വേസ്റ്റുകളും നിറയെ ചെരുപ്പുകളും അതോടൊപ്പം തന്നെ ഇവിടെ ഇല്ലാത്ത വേസ്റ്റുകളില്ല, അത്രത്തോളം വേസ്റ്റുകൾ കുമിഞ്ഞു കൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ കായലുകളും അല്ലെങ്കിൽ അതോടൊപ്പം നദീതീരങ്ങളും ഒക്കെ സംരക്ഷിക്കണമെന്നൊക്കെ പറയുമ്പോഴും ഇത്തരം വേസ്റ്റുകൾ അടിഞ്ഞുകൂടി ദുർഗന്ധം പുറപ്പെടുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഞങ്ങളിവിടെ ഈ മുല്ലപ്പൂക്കെ ആയിട്ട് വന്നത്. കാരണം കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം കൈ പിടിക്കാൻ ഇവിടെ നിൽക്കാൻ പറ്റില്ല. രാവിലെ വരുന്ന ഗസ്റ്റ് ഇത് തന്നെ നമ്മളിത് പറയുന്നത്. കാരണം പറഞ്ഞാൽ ഈ വഴി വന്നിട്ട് ഒരു പ്രാവശ്യം പോകുന്നതിന് മേലെ ഈ ഏരിയയിലോട്ട് വരത്തില്ലെന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൗസ് ബോട്ടുകാർ നല്ല രീതിയിൽ കീപ്പ് ചെയ്യും. രാവിലെ ഈ ഹൈ ടൈഡ് ലോ ടൈഡ് ഒക്കെ ഉണ്ടല്ലോ, ഏറ്റവും വേലിയിറക്കും ആ സമയത്ത് കായലിൽ നിന്ന് വന്ന് നമ്മുടെ കരയ്ക്ക് തന്നെ അടിയും. അത് ഈ ഹൗസ് ബോട്ടുകൾ കെട്ടുന്ന സ്ഥലത്താണ് മൊത്തം അടിഞ്ഞിടക്കുന്നത്. ഞങ്ങൾ ഗവൺമെന്റ് എടുക്കുക 100 പ്രാവശ്യം പറഞ്ഞു, മേയർ സഹിതം കളക്ടർ എല്ലാവരുടെയും പറഞ്ഞ കാര്യമാണ്. ഒരു മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുവരെയ്ക്ക് ഇതിനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ളൊരു ക്ലീനിങ്ങോ വേലിയിറക്ക സമയങ്ങളിൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഇങ്ങനെ വരാറുണ്ട്. നമ്മൾ ഹൗസ് ബോട്ടിലെ സ്റ്റാഫിനെ എല്ലാം ബോധവൽക്കരിച്ചാ വിടുന്നത്. ഒരു സാധനങ്ങളും നിങ്ങൾ കായലിൽ കളയരുത്, അതിൻ്റെതായ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ പോകുന്നത്. പക്ഷെ ഇത് വരുന്ന ടൂറിസ്റ്റുകൾക്കാണ് മെയിനായിട്ട് അത് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരു തവണ വന്നാൽ പിന്നെ ഈ ഏരിയ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്നാണ് പണ്ടത്തേക്ക് പറച്ചില്. ഇപ്പൊ ഇല്ലത്തേക്ക് ഓടി അങ്ങ് പോവുക അവര് ചെയ്യുന്നത്. മേലെ ഈ ഏരിയയിലോട്ട് വരില്ല, ഞങ്ങൾക്ക് ഇല്ലം മതി എന്നുള്ള രീതിയിൽ അവർ ഓടി. മൊത്തത്തിൽ ആകെ കൊല്ലം പേടിയായി. കാരണം ഇനി ഇത് തുടർന്ന് കഴിഞ്ഞാൽ ഒറ്റ ടൂറിസ്റ്റുകളും ഇവിടെ ശരിക്കും നിൽക്കാൻ എങ്ങനെ പറ്റുന്നു. കാരണം അത്ര ദുർഗന്ധമാണ് ശരിക്കും പറഞ്ഞാൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം. നേരത്തെ ഇതുവഴിയെല്ലാം പാസ് ചെയ്ത് പോകുമ്പോഴും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വേസ്റ്റ് ഉണ്ടായത് ഇവിടെ തന്നെ ഇഷ്ടംപോലെ മന്ത്രിമാരും MP-മാരും മേയർമാരും ഈ വാർഡിൽ തന്നെയുള്ള എല്ലാവരും ഇതിനെ ഉള്ള വലിയ വലിയ അധികാരികളുണ്ട്. ഇവർക്ക് കണ്ണ് തുറന്ന് ജസ്റ്റ് രാവിലെ എഴുന്നേറ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. കണ്ണ് തുറക്കുന്നില്ല. ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെയൊക്കെ നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ. ചേട്ടോ എന്തുണ്ട് ഇവിടെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ തോന്നല്ലോ. ചേട്ടൻ ശാരി ഇങ്ങനെ നിൽക്കുക ബോധം കേട്ട് എപ്പോഴാ വീഴുന്നത്. ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം അല്ലെങ്കിൽ നമ്മുടെ ഹരിതകർമ്മ സേന എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ അടിയുന്ന ആ ഒരു കണക്കിന് അങ്ങ് വേസ്റ്റ് കോരിക്കൊണ്ട് പോകാൻ ഒരു മാർഗം ഇല്ലേ? ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. കഴിഞ്ഞ ഓണം വരെ നല്ല രീതിയിൽ പോയിരുന്നു. ശാസ്ത്രീയപരമായി മറ്റു രാജ്യങ്ങളിൽ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ചെയ്യുന്നത് മെഷീനുകളൊക്കെ ഉണ്ടല്ലോ. ആ പ്രോപ്പർ മെഷീനുകൾ ഒന്നീ 1 കോടിയോ 2 കോടി രൂപ കൊടുത്ത് മേടിച്ചാൽ നമുക്കൊരു 10 കോടിയോ അതിനപ്പുറത്തുള്ള ലാഭം ഉണ്ടാക്കാൻ പറ്റും. കാരണം അതനുസരിച്ച് നമ്മുടെ പ്ലേസ് വൃത്തിയാക്കാൻ പറ്റും. അത് മെയിൻറ്റെയിൻ ചെയ്യുക, ആ രീതിയിലുള്ള ഐഡിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോകാനുള്ള ആസൂത്രണം ഇതോടുകൂടി ചെയ്യാവുന്ന ഒരു നേതാക്കന്മാരും എനിക്ക് തോന്നി കൊല്ലത്തില്ലെന്ന്. അതുണ്ടാവേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്ഥലത്തിന് ശരിക്കും നമ്മളെ കൊല്ലത്തിലെ ടൂറിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കൊല്ലത്തിന് ഒരുപാട് നല്ല സ്പോട്ടുകൾ ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് ഇത്തരം ചില കാര്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് ഒരിക്കലും ഇങ്ങോട്ടേക്ക് പിന്നീട് ഒരിക്കലും വരരുത് വരരുതേ അല്ലെങ്കിൽ കാണേണ്ടി വരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തിരിച്ചു ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ടൂറിസ്റ്റുകള് ഇതിപ്പോ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. ഒരു 10-15 ടൂറിസ്റ്റുകളും പോലും വരാത്ത ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് സ്പോട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ അവിടെ ഗസ്റ്റ് വരുന്നതിനും മെയിൻറ്റെയിൻ ചെയ്തതിനും ആളെ നിർത്തി പുതിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ മെയിനായിട്ട് വരുന്ന സ്ഥലത്തിൽ ഒന്നുമില്ല. പല സ്ഥലങ്ങൾ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ സ്ഥലത്തെക്കുറിച്ചുള്ള പേരും എല്ലാം അനൗൺസ്മെന്റ് വഴി അവർ ബോക്സ് വെച്ച് എറണാകുളമൊക്കെ ഉള്ള മറൈൻ ഡ്രൈവിൽ ചെയ്യുന്ന പോലുള്ള വലിയ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ ഇതൊന്നും തന്നെ വേണ്ടത് ഇതുള്ള സ്ഥലങ്ങളിലാണ്. ഇതുള്ള സ്ഥലങ്ങൾ വന്നാൽ മറ്റുള്ള ഗസ്റ്റുകൾ വരുത്തുള്ളൂ. നിങ്ങൾക്ക് തന്നെ ഇതിനടുത്തേക്ക് അടുക്കാൻ പറ്റുന്നുണ്ട്. അത് ഡെയിലി അനുഭവിക്കുന്നത് ഞങ്ങൾക്ക്
അതിനേക്കാണ് വലിയ പ്രശ്നമാണ്. ഓക്കെ, ചേട്ടൻ ഇവിടെ ബോട്ടിൽ എനിക്ക് രണ്ട് ഹൗസ് ബോട്ട് ഉണ്ട്. സ്റ്റാഫന്മാരൊക്കെയാണ് ഇപ്പൊ ഇവിടെ നിന്നത്. നമ്മൾ അന്യോന്യം പറയുന്നതല്ലാതെ സൊല്യൂഷൻ ഇല്ല. സൊല്യൂഷനല്ലേ വേണ്ടത്. സൊല്യൂഷൻ ആണ് വേണ്ടത്. പ്രോപ്പറായിട്ട് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ഇവർക്ക് ഇങ്ങനെ നിന്ന് അന്യോന്യം പറയാമെന്നുള്ളതല്ലാതെ നാളെ ഇതുവരെയായിട്ടും ഇവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ നടക്കുന്നില്ല. നമ്മുടെ കേരളത്തിന്റെ ടൂറിസം എന്ന് പറയുന്ന മേഖല വലിയ രീതിയിൽ വിപുലീകരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ചില കാഴ്ചകൾ കൂടി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിത്സൻ, വിസ്മയാൻ.